കർക്കിടക സീസൺ ആയി കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കുറവുണ്ട്, പലവിധ രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. കൊച്ചുകുട്ടികളാണെങ്കിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചുമ, കഫക്കെട്ട്, പനി വിട്ടുമാറാകുന്ന വരാം. മുതിർന്നവരാണെങ്കിൽ ഇത് തന്നെയാണ് പ്രശ്നം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉന്മേഷക്കുറവുണ്ടാവും, ശരീരത്തിന് മൊത്തത്തിലൊരു കഴപ്പ്, വേദന, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ ഒരു സമയത്ത് രോഗപ്രതിരോധ ശേഷി കുറവ് വരാതിരിക്കാൻ, അതായത് ആരോഗ്യം കർക്കിടകത്തിൽ നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനമായിട്ട് കർക്കിടക സമയത്ത് മഴ, ക്ലൈമറ്റ് മോശമാണെന്ന് കരുതി വ്യായാമം ചെയ്യാതിരിക്കരുത്. കാരണം വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ എന്നത്തെയും പോലെ ഉണർത്തി നിർത്താനായിട്ട് സഹായിക്കും. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഭക്ഷണത്തിലാണ്. പലരും കർക്കിടക മാസമാണെന്ന് കരുതിയിട്ട് നോൺ വെജ് കഴിക്കുന്നവർ, അതായത് ഇറച്ചി, മീനും, മുട്ടയും കഴിക്കുന്നവർ അതെല്ലാം നിർത്തി ശുദ്ധ വെജിറ്റേറിയൻ ആയി എന്ന് വരും. എന്നാൽ ശരീരത്തിൽ പെട്ടെന്നുള്ള പ്രോട്ടീനിന്റെ ഇങ്ങനെ ഒരു കുറവ് വരുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് വരുന്നതിന് കാരണമാകും. ഒരിക്കലും വെജിറ്റേറിയൻ മാത്രം ആയതിന്റെ പേരിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് എപ്പോഴും കഴിക്കുന്നത് പോലെ വെജും നോൺ വെജും ഒരേപോലെ കഴിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. മാത്രമല്ല ശരിയായിട്ടുള്ള ഉറക്കം, കൂടുതൽ സമയം, ഇപ്പൊ തണുത്ത ക്ലൈമറ്റ് എന്ന് കരുതി കൂടുതൽ സമയം കിടന്ന് ഉറങ്ങുന്നതും നല്ലതല്ല. എപ്പോഴും ഈ ഒരു സീസണിൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പതിവായിട്ട് കഴിച്ചു പോവുക. നിങ്ങൾ ഒരു സൂപ്പ് ആഴ്ചയിൽ ഒരു 2-3 ദിവസം കഴിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. മട്ടൺ ചേർത്തിട്ടുള്ള സൂപ്പ്, മട്ടന്റെ ചെറിയ എല്ല് മേടിക്കാൻ കിട്ടും. ഇത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുള്ള ഒരു സൂപ്പ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുക. അതിന്റെ ഗുണം എന്ന് പറയുന്നത് ഒരേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, ഈ ക്ലൈമറ്റിൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസും രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ ഈ സൂപ്പിലൂടെ സഹായിക്കും. മാത്രമല്ല നമ്മുടെ ശരീരത്തിന് വേണ്ട ഈ രോഗപ്രതിരോധ ശേഷി ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും അമിനോ ആസിഡ്സും മട്ടണിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീനിന്റെ കുറവ് പ്രകടമായിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു സൂപ്പും ഈ ഒരു സീസണും കഴിക്കണം. വെജിറ്റേറിയൻസ് നിർബന്ധമായിട്ടും പയറും കടലയും പരിപ്പും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൂടാതെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സൂപ്പിനകത്ത് ഇലകൾ കൂടുതൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാലക്ക് പോലെ, ചീര പോലുള്ളവ സൂപ്പിനകത്ത് ഉൾപ്പെടുത്തുക. അതിനകത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. കൂടാതെ പ്രോട്ടീൻ കണ്ടന്റ് കിട്ടുന്നതിന് വേണ്ടി കൂണ് ചേർത്തിട്ടുള്ള സൂപ്പ് ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഈ സീസണിൽ കഴിക്കുക. ഈ കർക്കിടക സീസണിൽ എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യും.